ഇൻഫ്ലുവൻസ് ഓഫ് ഡിജിറ്റൽ മീഡിയ. ഒരുപക്ഷെ ഓരോ വ്യക്തിയെയും ഒരു മാധ്യമ പ്രവർത്തകനാക്കിയ സിറ്റിസൺ ജേർണലിസം എന്നിവിടെ ഇവരിവിടെ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് സാധ്യമായത് ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന ഈ പുതിയ സങ്കേതത്തോടുകൂടിയാണെന്ന്. ഇപ്പം മുമ്പ് നമ്മൾ ഒരു ലേഖനമോ ഒരു കഥയോ ഒരു കവിതയോ ഒക്കെ എഴുതി കലാകൗമുദിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അയച്ചു കൊടുത്താൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അത് വായിച്ചിരുന്നത്. അവിടെ നിന്നും ലോകമെമ്പാടും ആളുകളിലേക്ക് എത്താൻ, അതുപോലെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്തും ആദ്യകാലത്ത് പിന്നെ കഥകളും ഒക്കെ എഴുതി അയച്ചു കൊടുക്കുമ്പോൾ ചിലത് പ്രസിദ്ധീകരിച്ച് വന്നേക്കാം, ചിലത് തള്ളപ്പെട്ടേക്കാം. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അതൊരിക്കലും വെളിച്ചം കാണുന്നില്ല. അവിടെ ഇന്ന് ഈ ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പുതിയ സങ്കേതത്തിലൂടെ നമുക്ക് നമ്മുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും ലോകത്തെവിടെ ഇരുന്നു കൊണ്ട് ആളുകളിലേക്ക് അതെത്താനും ഉള്ള ഒരു സംഗതി സാധ്യമായത് ഈ ഡിജിറ്റൽ മീഡിയയിലൂടെ. ഇനി അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു പിന്നെ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇന്നലെ ഈ പിന്നെ മീഡിയയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഗസ്റ്റ് പറയുകയുണ്ടായി, ഡിജിറ്റൽ മീഡിയയ്ക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത്. നേരെ തിരിച്ചാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് മെയിൻ സ്ട്രീം മീഡിയയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഡിജിറ്റൽ മീഡിയയുടെ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ സത്യസന്ധമായി ആശയപ്രചരണം സാധിക്കുന്നു, അതിന് കൂടുതൽ സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കുന്നു എന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഏത് മീഡിയ സ്ഥാപനങ്ങൾ എടുത്താൽ, ഇപ്പൊ നമുക്കിവിടെ മാതൃഭൂമിയുടെയും 24 ചാനലിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് ഒരു പരിധി വരെ ഇതിൽ പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റുകൾക്കും അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികൾ അത് അംഗീകരിക്കണമെന്നില്ല. പ്രൊവോക്കേറ്റീവായി തോന്നിയിരിക്കാം, നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ നിഷേധിക്കാനാവില്ല യാഥാർത്ഥ്യം. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ ആ ചാനലിന് താല്പര്യങ്ങളുണ്ട്. അവിടെ സംസാരിക്കുന്ന അരുൺകുമാറിന് രാഷ്ട്രീയ താല്പര്യമുണ്ട്, സ്മൃതി പരുത്തിക്കാടിന് അവരുടേതായ രാഷ്ട്രീയ താല്പര്യം. പിന്നെ റിപ്പോർട്ടർ ചാനൽ വരുന്നതിന് മുമ്പ് അരുൺകുമാർ മറ്റേ മരമുറി കേസിനെ കുറിച്ച് പറയുന്നതല്ല അതിൻ്റെ ആ ചാനലിന്റെ ഭാഗമായി കഴിയുന്നത്. യാഥാർത്ഥ്യം തന്നെ. അവിടെയാണ് ഇപ്പൊ മറുനാടൻ ഷാജൻ സ്കറിയെ പോലുള്ളവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത്. അയാൾ ഇമ്പാർഷ്യലാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾക്കും ജേർണലിസ്റ്റുകൾക്കും ഉള്ള അത്ര തന്നെ പ്രശ്നങ്ങൾ അയാൾക്കില്ലാതെ കൂടുതൽ യാഥാർത്ഥ്യത്തോടുകൂടി വസ്തുതാപരമായ ന്യൂസുകൾ അയാൾക്ക് എത്തിക്കാൻ ഒരുപക്ഷെ സാധിക്കുന്നത് കൊണ്ടാവാം അയാൾക്കൊക്കെ ഇന്ന് കൂടുതൽ സ്വീകാര്യത സമൂഹത്തിൽ. അപ്പോൾ സിറ്റിസൺ ജേർണലിസം നമുക്കറിയാം, ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയത് ആദ്യം തീയുടെ കണ്ടുപിടുത്തമാണെന്ന് നമ്മൾ പറയും. തീ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്റർനെറ്റാണ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ചത്. നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം അനായാസമാക്കി മാറ്റിയ ഒരു സംഗതിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇന്റർനെറ്റായിരുന്നു. ആ ഇന്റർനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ ഇന്ന് ലോകം മുഴുവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഓരോ വ്യക്തിയെയും പ്രാപ്തനാക്കിയ, ഓരോ വ്യക്തിയെയും ഒരു മാധ്യമ പ്രവർത്തകനാക്കിയ ഈ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത് സാധ്യമാക്കിയത് ഈ സോഷ്യൽ മീഡിയ ആണെന്ന് നമുക്കറിയാം. ഇപ്പം എൻ്റെ തന്നെ ഞാനിവിടെ കാനഡയിൽ വെറും 150 പേരുടെ മുമ്പിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണം 1 മില്യണിലധികം ആളുകൾ ഫേസ്ബുക്കിലും
300,000 മുകളിൽ 3 ലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിലും കണ്ടതുണ്ട്. ആവറേജ് 2 to 3 ലാക്ക് ഞാൻ നടത്തിയിട്ടുള്ള ഒരു 10-30 പ്രഭാഷണങ്ങൾ വിവിധ വിഷയങ്ങളിൽ നടത്തിയിട്ടുള്ളത്. മുമ്പ് ഇത് പലതും ഇവിടെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയതാണ്. ചിലത് നാട്ടിൽ ഞങ്ങളുടെ ലിറ്റ്മസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. അവിടെ മാക്സിമം 10,000 പേരാണ് വരുന്നത്. പക്ഷെ അതെല്ലാം ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ ആളുകളിലേക്ക് ആ ആശയങ്ങൾ എത്താൻ കഴിഞ്ഞത് ഈ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഈ ഒരു സവിശേഷത കൊണ്ട് മാത്രമാണ്. അപ്പോൾ ജീവിതത്തെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ ഡിജിറ്റൽ മീഡിയ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൂടുതൽ ഇനിയും അതിനെ തടയാൻ ഇപ്പം മെയിൻ സ്ട്രീം മീഡിയയിൽ വർക്ക് ചെയ്യുന്നവര് എന്തെല്ലാം ആശങ്കകൾ പങ്കുവെച്ചാലും ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഇന്നും ന്യൂസ് പേപ്പറുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയോ, ഇവിടെയുള്ള അമേരിക്കയിലുള്ള മിക്കവാറും മെയിൻ സ്ട്രീം ന്യൂസ് പത്രങ്ങൾ പത്രമാധ്യമങ്ങൾ കൂട്ടിക്കഴിഞ്ഞു. ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും പോലെയുള്ള ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്ട്രീം മീഡിയകൾ പോലും ഇപ്പോൾ ഓൺലൈൻ ആകുന്ന ഒരവസ്ഥയിലേക്ക് വരെ വന്നു. ഇത് തന്നെയാണ് നാട്ടിലെ മാധ്യമങ്ങളെയും കാത്തിരിക്കുന്നത്. പൂട്ടും, പത്രങ്ങളും പൂട്ടും. അത് തന്നെയാണ് ഡിജിറ്റൽ മീഡിയ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റവും. അപ്പോൾ അതിനനുസരിച്ച് ഇന്നവേറ്റ് ചെയ്യാൻ മാറാൻ മെയിൻ സ്ട്രീം മീഡിയ തയ്യാറായാൽ മാത്രമേ അവർക്ക് അതിജീവിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ വരുന്നത് ഡിജിറ്റൽ മീഡിയയുടെ ലോകം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഈപ്പൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ടോപ്പിക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞു. മെയിൻ സ്ട്രീം മീഡിയയിലുള്ള അതിഥികൾ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാനാണ് ഞാനും ഇവിടെ എത്തിയത്. അവിചാരിതമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. മെയിൻ സ്ട്രീം മീഡിയ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫേക്ക് ന്യൂസ് എന്ന് പറയുന്ന സംവിധാനം മനുഷ്യ ചരിത്രം ഉണ്ടായ കാലം മുതൽ ഉള്ള ഒരു സംഭവമാണ്. ആദ്യമായിട്ടുള്ളൊരു ഫേക്ക് ന്യൂസ് ഉണ്ടായത്, റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഏദൻ തോട്ടത്തിലാണ്. പാമ്പിൻ്റെ രൂപത്തിൽ ഒരു അവതരണം, സ്നേക്ക്. ആ സ്നേക്ക് നമ്മൾ പറയുന്നത് പലപ്പോഴും പറയാറുണ്ട്, ഈ സ്നേക്കിങ്ങിൽ ഒരു സ്നേക്ക് വന്ന് പറയുന്നു, ഈ ഫലം കഴിച്ചാൽ നീ മരിക്കില്ല. ദൈവം പറയുന്നു അത് കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറയും. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആദവും ഹവ്വയും ഈ രണ്ട് ന്യൂസുകളും ശ്രദ്ധിച്ചു. ദൈവം പറഞ്ഞത് ഇത് കഴിച്ചാൽ നീ മരിക്കും എന്ന് പറയുന്നു, അതുകൊണ്ട് കഴിക്കാതിരിക്കുക. എന്നാൽ അതിനും ഫലപ്രദമായിട്ട് ഒരു ഫേക്ക് ന്യൂസ് അവതരിപ്പിക്കുകയാണ് സാത്താൻ. ഇനി കഴിച്ചോളൂ, അതും ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്യുന്നതിനകത്തും ആ വാർത്ത അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്തും ഷെയർ ചെയ്യുന്നതിനകത്തും യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുന്നതിന് മനുഷ്യൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഈ ഫേക്ക് ന്യൂസ് നമുക്ക് എങ്ങനെ നേരിടാനാകും എന്നുള്ള ഒരു വൈതരണിയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഫേക്ക് ന്യൂസിനെ പറ്റി ഡോക്ടർ ഈപ്പൻ ഇവിടെ പറഞ്ഞു. ഫാക്ട് ചെക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൂ ഈസ് ചെക്കിംഗ് ദി ഫാക്ട് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഫാക്ട്? ന്യൂയോർക്ക് ടൈംസിൽ സ്ഥിരമായിട്ട് ഡെയിലിയിൽ അത് ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ഏരിയ തന്നെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം പിറ്റേ ദിവസത്തെ ന്യൂസ് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഇന്നലെ വായിച്ച വാർത്തക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നോക്കുന്നത് ഫാക്ട് ചെക്കിങ്. അപ്പം ആ ഫാക്ട് ചെക്കിങ് അവരുടെ റിസർച്ച് ഗ്രൂപ്പാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫാക്ട് ചെക്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിക്കുന്ന ഫാക്ട് അത് നമുക്ക് വിശ്വസിക്കാനാകുമോ എന്നുള്ള ഒരു സംശയം കൂടെ വീണ്ടും നമ്മളെ അഭിമുഖീകരിക്കുകയാണ്. കാരണം പല ലെയർ ഓഫ് ഫാക്റ്റാണ്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ 4 വർഷം കൊണ്ട് 30,000 കള്ളം പറഞ്ഞു എന്ന് ഒരു ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ 100 ദിവസത്തെ ആദ്യത്തെ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എത്ര 1000 കള്ളം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഫാക്ട് ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അദ്ദേഹം പറയുന്നത് ഈ CNN-ഉം NBC-യും ഒക്കെ പറയുന്നത് ഫേക്ക് ന്യൂസാണ്. അത് അവരുടെ മുഖത്ത് നോക്കി ഒരു മറുപടി, ഒരു ഔചിത്യവും കൂടാതെ തന്നെ ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കള്ളം പല പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമായിട്ട് മാറുന്നു എന്നുള്ള ഒരു ലോകത്ത് നിങ്ങളുടെ പട്ടിയെയും പൂച്ചയും ഒക്കെ അവർ പിടിച്ചു തിന്നുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുക. അതായത് ഇമിഗ്രൻസ് അവർ വിശന്ന് വരുമ്പോൾ മെക്സിക്കോയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇക്വഡോറിൽ നിന്ന് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് അവർ ഈ അമേരിക്കക്കാരുടെ പട്ടിയും പൂച്ചയൊക്കെ പിടിച്ചു തിന്നുന്നു എന്നുള്ള ഒരു സ്റ്റോറി അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേട്ടു. അത് ഒരിക്കലും അവർ നിഷേധിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നിഷേധിക്കാത്ത ഫാക്റ്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമായിട്ട് മാറുന്ന ഒരു ലോകത്ത് ഇത് ഫാക്ട് ഫൈൻഡിങ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ടു ഡീൽ വിത്ത്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുന്നത്, പലപ്പോഴും ഇവിടെ പറഞ്ഞു പിന്നെ പാരലായിട്ടുള്ള മീഡിയ വർക്ക് ചെയ്യുന്നു. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കംപ്ലീറ്റ് ഒരു മെയിൻ സ്ട്രീം മീഡിയയുടെ അതേ ലുക്കിൽ അതേ രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നും. സോ വി ക്ലിക്ക് ഓൺ ടു ഇറ്റ്. കാരണം ഞാൻ ജോലി ചെയ്യുമ്പോൾ മിക്കവാറും പല മീഡിയകളും വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാളുടെ ടോക്ക് ഷോ എൻഗേജ്മെൻറ്റ് കേൾക്കാൻ ഇടയായി. മോഡിയുടെ ഈ ലാസ്റ്റ് ഇലക്ഷൻ്റെ സമയത്ത് വളരെ ഡിപ്പെൻഡബിൾ ഫാക്റ്റാണ്. കാനഡയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ വളരെ കോൺഗ്രസിൻ്റെ പിന്നെ ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രോ കോൺഗ്രസ് ചായ ഉള്ളതുകൊണ്ട് ആ രീതിയിലാണ് കൂടുതലും ഫാക്റ്റ് പറയുന്നത്. മോഡിക്കെതിരായിട്ടുള്ള രീതിയിലുള്ള ഫാക്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഫാക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് കുറേ ഡേറ്റ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഡേറ്റ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ വളരെ രീതിയിൽ ചെക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചില ഫാക്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായി ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ച ഞാൻ നിർത്തി. റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങളുടെ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ അത് വളരെയധികം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ സ്മൃതിയുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും പിന്നെ സ്മൃതി അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതികളാണെങ്കിലും, ഇപ്പോൾ സ്മൃതി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് മാറിയാലും ഐ വിൽ ഫോളോ യു. ബിക്കോസ് എനിക്ക് എൻ്റെ മനസ്സിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് ഒരു വിശ്വാസ്യതയുണ്ട്. അപ്പം വിശ്വാസ്യത ഈ ഒരു പ്രസൻറ്ററെ സംബന്ധിച്ച് വ്യക്തിപരമായ ചില ആളുകളുടെ വീക്ഷണങ്ങൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തോട്ട് മാറുകയാണ്. മെയിൻ സ്ട്രീം മീഡിയ challenges, fake news, declining trust and digital disruption. ഈയിടെ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ഒരു പുള്ളി ഇങ്ങനെ രാവിലെ പോലെ പിന്നെ ഒരു വീഡിയോ അടിച്ചുവിടുന്നുണ്ട്. അപ്പം ആദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളി ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ പുള്ളി പറയുന്നത് ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. പുള്ളി 3-4 പ്രാവശ്യം അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഞാനാണ് പറയുന്നത്, ഇത് വിശ്വസിക്കും. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അറിയാം അത് ഏത് രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളുടെ പോക്ക് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ ആ ഭാഗവും ശ്രദ്ധിക്കാറില്ല. ഡൈവേഴ്സിറ്റി ഇൻ പ്രസൻറ്റേഷൻ, ഒരു പോസിറ്റീവ് എൻഗേജ്മെൻറ്റ്. ഇപ്പോൾ എനിക്ക് ചാനൽ 24 അത് വളരെ ഭംഗിയായിട്ട് ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കാര്യങ്ങൾ പറയാനുള്ള സ്റ്റോറി ടെല്ലിങ് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അറിഞ്ഞുകൊണ്ട് അന്നേരം
കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുന്നതിൽ എൻഗേജ്ഡ് മീഡിയ പ്രസൻറ്റേഷൻ, അത് ഡിജിറ്റൽ വേൾഡ്, ആധുനിക ഡിജിറ്റൽ വേൾഡ് മെയിൻ സ്ട്രീം മീഡിയയ്ക്കും നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. കാരണം അത് പ്രൈവറ്റ് ചാനൽസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്രെഡിബിലിറ്റി ഇല്ല. കാരണം അവർ തന്നെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് അവർ കമൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയയിൽ മാതൃഭൂമിയോ അല്ലെങ്കിൽ മനോരമയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചാനലോ ഒക്കെ ഒരു 24 ഇങ്ങനെയുള്ള മെയിൻ സ്ട്രീം മീഡിയ പോസിറ്റീവ് എൻഗേജ്മെൻറ്റും ഉണ്ട്. റൈറ്റ് അവേ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് കൂടുതൽ വിശ്വാസ്യതയുണ്ടാകും എന്നുള്ളതാണ്. Yeah, actually, the presentation was to, kind of provoke your thinking. ഞാനതാ ഉദ്ദേശിച്ചത്. Because as a scientist, I have to always make others think and see what is right and what is wrong and all that. So അതാ ഇവിടുത്തെ presentation, we were trying to provoke your thinking. കാരണം we live in a world where we can find out what is true or what is not true എന്നുള്ളത് our own research കൊണ്ടേ മനസ്സിലാവുള്ളൂ. That is based on our background, our education or our influence or our life experiences or whatnot. അത് വെച്ചിട്ട്, so to be honest, there is no way you can draw a line. That line is drawn individually. പേഴ്സണലി എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും അത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നോട് ഒരാൾ ചോദിക്കുക, ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഐ സോ എ ലോട്ട് ഓഫ് കസിനോ മെഷീൻസ്. അതിനകത്ത് നമ്മൾ $5 ഇട്ടാൽ ഐദർ യു കുഡ് ലൂസ് ഇറ്റ് ഓർ യു കുഡ് മേക്ക് $100. അതെല്ലാം വർക്കിംഗ് മെഷീൻസ് അവിടെ ഇരിക്കുന്നത്. ബട്ട് ദ ഡിസിഷൻ ഈസ് യുവേഴ്സ്, വെദർ യു ആർ ഗോയിങ് ടു spend the $5 or the $10 or $100 in there, or you decide to walk away from it. That kind of അപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്നത്. So you have to decide which one is right for you, or if it's not right for you, don't go for it. അതാ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഐ എം ഷുവർ they will have difference of opinion, but that's mine. So there is no way you can draw a line here. ഇപ്പോഴത്തെ ഞാൻ നേരത്തെ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാനൊരു വാക്ക് ഉപയോഗിച്ച് ഓർക്കുന്നു. വി ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്കിങ്, human beings ആയിട്ട്. We did a lot of thinking and we came up with a lot of resolutions. ഓരോ റെസൊല്യൂഷനും വരുമ്പോഴും we come up with more problems. So we are still thinking. So it keep on thinking and thinking, but there is no final resolution for any of the problems that we have. So. വീട്ടിലെ കുട്ടികൾ ഓഫ് ടൈമിൽ രാത്രിയിൽ സൗണ്ട് നോക്കി ഓരോരുത്തരുടെ മുറിയിൽ കേൾക്കുമ്പോൾ 1 മണിക്കും 2 മണിക്കും ഒക്കെ TV ഓണാണ്, ഫോൺ ഓണാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിഷയമാണ്. അപ്പം രാവിലെ പോകേണ്ടതല്ലേ, ഇപ്പം സ്കൂളിൽ പോകേണ്ടതല്ലേ, ജോലിക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതെല്ലാം ഓഫാക്കി പോയി കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഈ മുറിയിൽ ഈ ഫോണും TV ഓണാണ്. അപ്പോൾ അവർ ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് ഒരു വിധിയുടെ വിളയാട്ടമാണ്. നമുക്ക് എന്തും വേണ്ടി ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് ഓരോ നിമിഷവും കുട്ടികളുടെ മുറിയിൽ പോയിട്ട് ഇതൊന്നും ഓഫാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് അവരെന്താ വാച്ച് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ മോള് നിരന്തരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ചാനൽ ഞാൻ ശ്രദ്ധിച്ചു. അവളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അത് കൊറിയൻ സോപ്പ് ഓപ്പറയാണ്. കൊറിയൻ ലാംഗ്വേജ് അവൾക്ക് അറിയില്ല. പക്ഷേ വൈ ഷീ ഈസ് ഫോളോയിങ് കൊറിയൻ. അവൾ പറയുന്നത് അമേരിക്കൻ സോപ്പ് ഓപ്പറയെക്കാട്ടി ബെസ്റ്റ് സോപ്പ് ഓപ്പറയാണ് കൊറിയൻ സോപ്പ് ഓപ്പറ. അത് കഴിഞ്ഞിട്ട് കൊറിയയിൽ കുറേ കുട്ടികളെ കൂട്ടിക്കൊണ്ട് കൊറിയയിൽ പോയി. അപ്പം അവിടെ 10 ദിവസം താമസിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ളൊരു പരിപാടിയും തുടങ്ങി. അപ്പോൾ ഇത് പിള്ളേരെ നമ്മൾ വിചാരിക്കാത്തൊരു ലോകത്തേക്ക് അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ഒരു സമഗ്രമായ എഴുത്തും ചർച്ചയും അത്യാവശ്യമാണ്. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. Thank you, Thorsten Varghese. Just 1 or 2 questions. Thank you, gentlemen, for the concerns you have for this mainstream media. ഞാൻ 1-2 കാര്യങ്ങൾ ആണ് എനിക്ക് അറിയാനുള്ളത്. ഒന്ന്, last time when I was browsing, I was looking at a point like,
how many deaths are happening in US and in India due to medical negligence. Per year, it comes to around 1.5 lakhs, roughly about 1.5 lakhs deaths due to medical negligence. Does anybody in this hall, would anyone stand up and say that you don't have the trust on a doctor? Will anybody in this gathering will stand up and say that once you have a disease, you will never go to the doctor, you will never consult a doctor just because so many deaths are happening due to medical negligence? No, we won't say. But whenever you see whenever you come across a fake news, whenever you come across a point or a discussion which you don't like, you will say that the medias are going wrong. And the society is showing that much of concern over this, the journey of the new media. And I am a little bit surprised and I feel it a little bit odd when you say traditional media, mainstream media, digital media. I don't know why you people segregate all this traditional, mainstream, digital. Why don't you address the issue as on a single topic as media? Mr. James was telling that people or anchors in the mainstream media are having political interest. You are wrong, Mr. James. You can say that we have politics. Politics is different and political interest is different. You can say the owners or the persons who are owning the media houses have political interest. That to that extent you may be right. But you cannot, can you tell me what is my political interest? Have you seen any one of my discussions, any one of my debates, any one of my interviews? And I challenge the people here to tell me what is my politics. Can anyone tell me? സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മാധ്യമധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പുതിയ കാലത്തെ, പുതിയ സമൂഹത്തെ, പുതിയ സാഹചര്യങ്ങളെ, ആ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്, അതിൽ നിന്നാണ് മാധ്യമങ്ങളുടെ ധർമ്മം ഉണ്ടാകുന്നത്, മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുന്നത്, മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. അത് നൽകേണ്ടത് നിങ്ങൾ അടങ്ങുന്ന സമൂഹമാണ്. അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. And unfortunately, we are forced to work on an atmosphere where people are losing trust on media. അത് മെയിൻസ്ട്രീം മീഡിയ ഒന്നല്ല. നിങ്ങൾ എത്ര പേരാ ഡിജിറ്റൽ മീഡിയ കണ്ടിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യുന്നത്? എത്ര പേര്? Somebody was telling about Shajan Skaria, Marnada Malan. I don't want to go to any individual or any institution or any particular digital platform, which I don't want to. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്താണ് അമേരിക്കയിലുള്ള മലയാളികളെ ത്രസിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളെ വിവരങ്ങൾ അറിയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്താണ് ഇവിടെയുള്ള ആളുകളെ വസ്തുതകൾ ആരാണ്? ഫാക്ട്സ് ആർ സേക്രഡ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആപ്തവാക്യമാണ്. ജേർണലിസ്റ്റുകൾ വരുമ്പോൾ ഞങ്ങൾ പറയുന്നതാണ്. somebody was telling ഇന്ററാക്റ്റീവ് ആകണമെന്ന് ജേർണലിസം ഈസ് നോട്ട് മെന്റ് ടു ബി ഇന്ററാക്റ്റീവ്. അല്ലെ? വിൽ എനിബഡി സേ ടു എ ഡോക്ടർ, നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ആക്കാം മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ലെറ്റ് ഇന്ററാക്റ്റീവ്, പേഷ്യന്റിന്റെ കൂടെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് ഒരു ഡോക്ടർ. ന്യൂസ് are handled by professionals in the sense the persons who are handling the news informations with ethics, with the society in mind, with the future in mind. അങ്ങനെ ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് ഈ മെയിൻ സ്ട്രീം മീഡിയാസ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, ഒരു ലോയർ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയുമോ നമുക്കൊരു ഇന്ററാക്റ്റീവ് ആക്കാം, ഞാൻ കുറച്ച് നിയമങ്ങൾ പിന്നെ അഭിഭാഷകന് പറഞ്ഞു തരാം, താങ്കൾ കുറച്ച് നിയമങ്ങൾ എനിക്ക് പറഞ്ഞു തരും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്ന് നമ്മൾ പറയില്ല. സോ വെൻ ഇറ്റ് കംസ് ടു മീഡിയ, മീഡിയയുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാം, എല്ലാവർക്കും അതിനെക്കുറിച്ച് പിന്നെ വിമർശിക്കാം, എല്ലാവർക്കും അതിന്റെ പോരായ്മകളെ കുറിച്ച് പറയാം. പക്ഷെ ആരും ഇതൊക്കെ ഈ പോരായ്മകളെയും ഈ വിമർശനങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്. അതല്ല, നമുക്ക് ആത്മാർത്ഥമായിട്ട് മാധ്യമങ്ങളെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ, മാധ്യമ പ്രവർത്തകരെ അവരെ സത്യസന്ധമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഇത്തരം നമുക്ക് റിലൈ ചെയ്യാൻ പറ്റാത്ത ഇത്രയധികം നുണകൾ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകില്ലായിരുന്നു. അവർക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ നിങ്ങളും നമ്മളും ഒക്കെ ചേർന്നാണ് ഈ മാധ്യമ രംഗത്ത് ഒരു മോശം പ്രവണതയെ വളർത്തിയിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകർ മാത്രമോ മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമോ ഒന്നുമല്ല. നിങ്ങൾ തീരുമാനിക്കുകയാണ് ഏറ്റവും മോശം വാർത്ത തരുന്ന ഒരു സംവിധാനത്തെ ഞങ്ങൾ ഇനി പിന്തുടരില്ല, ഞങ്ങൾ അവരെ തിരസ്കരിക്കും, അവരെ മാറ്റി നിർത്തും എന്ന് തീരുമാനിച്ചാൽ ഇവിടെ ആരാണ് നിലനിൽക്കാൻ പോകുന്നത്? അപ്പോൾ പുട്ടിംഗ് ബ്ലെയിം ഓൺ ദ പ്രൊഫഷണൽസ് ഇസ് നോട്ട് ദ വേ ടു ഫൈൻഡ് ദ റിയൽ സൊല്യൂഷൻ. അതല്ല അതിന്റെ വഴിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So we will have a broad discussion in the next session
പക്ഷെ ഞാൻ വൈൽ മിസ്റ്റർ ജെയിംസ് ഫോസ്പെട്ടി റിപ്പോർട്ടർ ചാനലിനെ പറ്റി താങ്കൾ പറഞ്ഞു, ആളുകളെ പറ്റി താങ്കൾ പറഞ്ഞു. ആളുകളെയോ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ പറ്റി പറഞ്ഞുകൊണ്ടല്ല മാധ്യമങ്ങളിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അഭിപ്രായം. ആളുകൾ വ്യത്യസ്തരാണ്, നല്ല ആളുകൾ ഉണ്ടാകാം, മോശം ആളുകൾ ഉണ്ടാകും, വിച്ച് ഈസ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. സോ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ എനി പ്രൊഫഷൻ. അത് വെദർ ഇറ്റ് ബി എ ഡോക്ടർ, വെദർ ഇറ്റ് ബി എ ലോയർ, വെദർ ഇറ്റ് ഈസ് എ CEO, എനിവേർ നമുക്ക് നല്ല വി വിൽ ഹാവ് ഗുഡ് ആൻഡ് ബാഡ് സ്റ്റെപ്സ്. സോ അങ്ങനെയല്ല നമ്മൾ മാധ്യമങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എവിടെയാണുള്ളത്, ഏത് നാട്ടിലാണുള്ളത്, ആ സംവിധാനം ആരാണ് ഒരുക്കി തരേണ്ടത്, ആരാണ് മാധ്യമങ്ങൾ നന്നാക്കേണ്ടത് എന്നതിലേക്ക് കൂടി നമ്മുടെ ഡിസ്കഷൻ പോകണമെന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം. Thank you, Gauri Krishnan. എനിക്കും കൂടെ പറയാനുണ്ട്. Concern. ഒരു മിനിറ്റ്, എനിക്കും കൂടെ പറയാനുണ്ട്. എന്നെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് മറുപടി പറയാൻ തോന്നുന്നു. അല്ല, താങ്കളിപ്പോ പറഞ്ഞു ഇരുന്ന് സംസാരിക്കാമല്ലോ അല്ലേ? സംസാരിച്ചപ്പോ ഈ വിശ്വാസ്യത മുഖ്യധാരാ മാധ്യമങ്ങൾക്കില്ല, ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ഭയങ്കര വിശ്വാസ്യതയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഡിജിറ്റലിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയാം. ചാനലുകളിൽ വാർത്ത കൊടുക്കുമ്പോൾ ഒരു 1.5 മിനിറ്റ് സ്റ്റോറി. ഞങ്ങൾക്ക് സ്റ്റോറി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇല്ല, ഞങ്ങൾ ലൈവാണ്. അപ്പോൾ ലൈവ് വാർത്തകൾ പോകുമ്പോൾ അതിൻ്റെതായ പരിമിതികളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളും കുറച്ചേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാകാം. നമ്മൾ ഒരു പിഴവുമില്ലാത്ത വലിയ സംഭവമാണെന്നല്ല കേട്ടോ പറയുന്നത്, ഒരുപാട് പിഴവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഫേക്ക് ന്യൂസ് കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ പോയിട്ടില്ല എന്നാണ് കേരളത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ദേശീയ തലത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, സത്യമാണ്. നമ്മൾ ഇപ്പം 24 ആയാലും മാതൃഭൂമി ആയാലും മനോരമ ആയാലും റിപ്പോർട്ടർ TV ആയാലും അങ്ങനെ നമുക്കൊരു കള്ള വാർത്ത കൊടുത്ത് ആളുകളങ്ങ് പറ്റിച്ചു കളയാം എന്ന രൂപത്തിൽ വാർത്ത കൊടുക്കുന്നില്ല. പിഴവുകൾ സംഭവിക്കുന്നില്ല. കാരണം ഒരുപാട് പുതിയ ജനറേഷനിലെ പിള്ളേരൊക്കെ വന്ന് ജോലി ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ആ പിഴവുകളൊക്കെ സ്വാഭാവികമായിട്ട് ലൈവിൽ സംഭവിക്കാം. ഞാനിപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ വാർത്തയും നോക്കിയിട്ട് വാർത്ത കൊടുത്തു കളയാമെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എഡിറ്ററുടെ റോൾ കുറഞ്ഞു വരുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയയിൽ നല്ല ആഴത്തിൽ വലിയ ലേഖനങ്ങൾ, കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്ന വിവരങ്ങൾ ഉള്ള റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. വളരെ ശരിയാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഉദാഹരിച്ച സംവിധാനം എന്ന് പറഞ്ഞത്, ഞാൻ ആ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന, ആളുകൾക്കെതിരെ മോശം പരാമർശം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാം. അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരിൽ ഒരാൾ, വിഷ്വൽ മീഡിയയിലെ ചില ആളുകളായിരിക്കാം, അവർക്കെതിരെ അവരെ പടമിട്ട് അവരോട് അതുമായി എന്തെങ്കിലും ഒരു വിവാദമാണെങ്കിൽ അവരോട് അതിന് പറയാനുള്ള കാര്യം എന്താണെന്ന് തിരക്ക് പോലും ചെയ്യാതെ കൊടുക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തനാണ് യോഗ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട്. കാരണം അത്തരം എന്താ പറയാ, അല്ലല്ല, താങ്കൾ ഉദാഹരിച്ചോണ്ട് ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. താങ്കൾ ആ പേര് ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ ഉദാഹരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ എന്നെ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമുണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയം വേണം. രാഷ്ട്രീയമില്ലാത്ത മനുഷ്യൻ എന്താണ്? മനുഷ്യന് രാഷ്ട്രീയം വേണമെന്നേ. അത് മുഖ്യധാര എന്താ പറയാ, കക്ഷി രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്നുള്ളത് കക്ഷി രാഷ്ട്രീയമല്ല. എന്റെ മേലെ ഒരു സ്റ്റാമ്പും പതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ CPM കൃത്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ CPM-നെ അനുകൂലിക്കുകയാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ CPM ആണ്. എന്റെ കുടുംബം CPM ആയിരുന്നു. ഞാൻ ഇടത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ ജീവിതം, എൻ്റെ പഠനകാലം വരെയും പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ശൈലി തന്നെ ഞാൻ ജീവിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് ശൈലി എന്ന് പറഞ്ഞാൽ കമ്മലും മാലയും കൂടി ഇടാതെ ആണ് ഞാൻ ജീവിച്ചിരുന്നത്. അത്ര പോലും EMS പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ എൻ്റെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡിഗ്രി ആയപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യം ഞാൻ അതാ പറയുന്നത്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. അപ്പോൾ എനിക്ക് CPM-മായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൽ നിന്നും ആ CPM പോകുമ്പോൾ വിട്ടുമാറുമ്പോഴുള്ള വിമർശനങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ചർച്ചകളിൽ പറയാറുണ്ട്. പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്താണുള്ളത്. പ്രതിപക്ഷത്തിന്റെ മാധ്യമങ്ങൾ പൊതുവെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ സ്വരമായിട്ടും VD സതീശന്റെ സ്വരമായിട്ടും എന്നെ സ്മൃതീശൻ എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതൊക്കെ ഇതിലെ ഏറ്റവും മൂല്യച്യുതി എന്ന് പറയുന്നതാണ്. മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ഏതെങ്കിലും സ്റ്റാമ്പ് പതിപ്പിച്ച് ആ രൂപത്തിൽ. അപ്പൊ ഞാൻ എന്താ VD സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് എടുത്ത് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇത് VD സതീശൻ പറഞ്ഞതല്ലേ, VD സതീശൻ എനിക്ക് എഴുതി തരണം. ഞാൻ എത്ര കാലമായി പണി തുടങ്ങിയിട്ട്. ഈ പറയുന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ടോ എന്ന് വെച്ചാൽ രാഷ്ട്രീയമുണ്ട്. ഇനി ഓരോ ആളുകൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ആ സ്ഥാപനങ്ങളിലേക്ക് പോകണമോ വേണ്ടോ എന്നൊക്കെ എല്ലാവരും ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ. മാത്രമല്ലല്ലോ, നിങ്ങളൊരു പേഴ്സണാലിറ്റീസും കൂടെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾക്കും
ഒക്കെ പോകേണ്ടതുണ്ടല്ലോ. അവിടെ എല്ലാം മാധ്യമപ്രവർത്തകരായിട്ട് മാത്രം കാണേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, മാധ്യമപ്രവർത്തനം ഈ പണി എടുക്കുമ്പോൾ മാധ്യമപ്രവർത്തനത്തിന്റെ രൂപത്തിൽ തന്നെയാണ്. ആ. ആത്യന്തികമായി നമ്മൾക്കൊക്കെ തന്നെയും നിലപാടുകളുള്ള വ്യക്തികളാണ്. ആ നിലപാടും വിട്ടുവിട്ടല്ല ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് പോകുന്നത്. ഞാനിപ്പോൾ ഈ സ്ഥാപനത്തേക്ക് വരുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം നമുക്ക് ബോധ്യമായ ശേഷമാണ് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ ഞാനും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവും. അന്ന് ആ സമയത്ത് ആ വിഷയം ചർച്ച തന്നെയായിരുന്നു, ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് പിന്നീട് ആ സ്ഥാപനത്തിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ കേസുകളില്ലാത്ത ഏത് മാധ്യമ മുതലാളിമാരാണ് ഇവിടെ ഉള്ളത്? ഏത് മനുഷ്യരുള്ളത്? അപ്പൊ ഒരു സ്ഥാപനത്തിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഞാൻ നോക്കി വെച്ച ഒരു കാര്യം, അടുത്ത സെഷനിൽ ഇതൊക്കെ പറയണം സ്മൃതി. അത് പറയണം. അല്ല, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ രാഷ്ട്രീയം, അരുൺകുമാറിന്റെ രാഷ്ട്രീയമുണ്ട്, സ്മൃതിക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറയും. പിന്നെ ഞങ്ങളുടെ എല്ലാവരും കൂടി ഇരുന്നുള്ള ചർച്ചയുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, നിങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകൾ പറയാം. അത് ഇന്ന ദിവസം ഞാൻ പറയുന്ന രാഷ്ട്രീയമായിരിക്കില്ല, അടുത്ത ദിവസം എന്റെ രാഷ്ട്രീയം. അതായത് ഇന്നത്തെ വിഷയത്തിൽ ചിലപ്പോൾ CPM-നോട് അനുകൂലിച്ച് സംസാരിക്കേണ്ട വിഷയമായിരിക്കും, അടുത്ത ദിവസം ചിലപ്പോൾ കോൺഗ്രസിനോട് അനുകൂലിച്ച് സംസാരിക്കേണ്ട വിഷയമായിരിക്കും. പക്ഷേ BJP അനുകൂലിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ BJP വിരുദ്ധയാണ്. അത് വേണമെങ്കിൽ ആ രൂപത്തിൽ അവതരിപ്പിക്കാം. അല്ലാതെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തികളെ ആക്രമിച്ച് സംസാരിച്ചാൽ തിരിച്ച് മറുപടി പറയും.